പാലക്കാട് വടക്കഞ്ചേരി പനംകുറ്റിയിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നു. വനംവകുപ്പ് അധികൃതർ ആനയെ കാട്ടിലേക്ക് തുരത്തുമെങ്കിലും പിന്നീട് അതേ ആന തിരിച്ചു വരും. നാട്ടുകാരുടെ പരാതി എങ്ങനെയാണ്? ഒരു കാട്ടാന ഇറങ്ങിയിരിക്കുന്നുണ്ട്. വളരെ സൗമ്യനായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അടുത്ത് ചെന്നാൽ അറിയാം. പിന്നാലെ കാട്ടാന കൂട്ടമാണ്. തൊട്ട് പിന്നാലെ വേറെ ആൾക്കാരുണ്ട്. ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങരുതല്ലോ, കാര്യം ഐക്യമത്യം മഹാബലം. ഷാരിഖ് നവാസ് ആനയുടെ കഥകളുമായി നമുക്കൊപ്പം പാലക്കാട് നിന്ന് ചേരുന്നു. ഷാരിഖ്, ജനങ്ങൾക്ക് പൊറുതിമുട്ടി തുടങ്ങിയോ? ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും ജനങ്ങൾ കുറെ നാളുകളായി പൊറുതിമുട്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം ഇവരുടെ വരുമാന മാർഗമായ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. കാരണം ഈ ആനകൾ ഈ ഭാഗത്ത്, അതായത് ജനവാസ മേഖലയാണ് പനംകുറ്റി എന്ന് പറയുന്നത്, ആ ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളുടെ കൃഷി നശിപ്പിക്കുകയാണ് അപ്പാടെ. അതായത് ഇവരുടെ തെങ്ങ്, റബ്ബർ, കവുങ്ങ് കൃഷിയൊക്കെയാണ് വ്യാപകമായി നശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് ഈ കുന്നേൽ എസ്റ്റേറ്റിൽ സ്ഥാപിച്ച CCTV-യിലാണ് ഈ ആനകൾ കാട്ടാനകൾ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. കുറെ നാളുകളായി ആളുകൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ ആളുകൾക്ക് ഉറക്കമില്ലാതെ, അതായത് കൃഷിയൊക്കെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ സുഗമമായി ജീവിക്കുന്നതിനും വേണ്ടി ആളുകളും അതുപോലെ തന്നെ വനം വകുപ്പ് അധികൃതരും ചേർന്ന് പ്രദേശത്ത് രാത്രി പെട്രോളിങ്ങും അതുപോലെ തന്നെ നിരീക്ഷണമൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാലും ആനയെ ഇവർ കാട് കയറ്റി, അതായത് ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചൊക്കെ കാട്ടിലേക്ക് തുരത്തിവിടും. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും സമാനമായി കാടിറങ്ങുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. കുറെ നാളുകളായി പൊറുതിമുട്ടി കഴിയുകയാണ് വടക്കഞ്ചേരി പനംകുറ്റിയിലെ പ്രദേശവാസികൾ. SKN.